മട്ടന്നൂർ പഴശ്ശി കനാലിന് കുറുകെ നിർമ്മിച്ച ഡ്രൈനേജിൽ കുമിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്തു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്തിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു നടപടി. മട്ടന്നൂർ തലശ്ശേരി റോഡിൽ എക്സൈസ് ഓഫീസിന് മുന്നിലെ കനാലിന് കുറുകെ നിർമ്മിച്ച ഡ്രൈനേജിൽ മണ്ണ് നിറഞ്ഞ് വെള്ളം കനാലിലേക്ക് ഒഴുകുന്ന അവസ്ഥയായിരുന്നു. മട്ടന്നൂർ നഗരത്തിലെ ഓവുചാൽ വഴി ഒഴുകിയെത്തുന്ന വെള്ളം കനാലിന് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതിനാണ് പഴശ്ശി മെയിൻ കനാലിന് കുറുകെ ഡ്രൈനേജ് നിർമ്മിച്ചത്. 40 വർഷം മുമ്പ് നിർമ്മിച്ച ഡ്രൈനേജ് 5 വർഷത്തിനുള്ളിൽ 2 തവണയാണ് ലക്ഷങ്ങൾ ചിലവിട്ട് നവീകരിച്ചത്. 5 വർഷം മുമ്പുണ്ടായ കാലവർഷത്തിൽ തകർന്നതിനാൽ 3 വർഷം മുമ്പാണ് പുതുക്കി പണിതത്. മഴ പെയ്യാൻ തുടങ്ങിയതോടെ നഗരത്തിലെ മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തി കനാലിലേക്ക് പതിക്കുന്ന സ്ഥിതിയായിരുന്നു. ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞാണ് മാലിന്യമടക്കം കനാലിലേക്ക് പതിക്കുന്നത്. ഡ്രൈനേജിൽ മണ്ണും മറ്റും നിറഞ്ഞ് തടസ്സപ്പെട്ടാണ് വെള്ളം നിറഞ്ഞു കവിഞ്ഞ് കനാലിലേക്ക് ഒഴുകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഇറിഗേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ട് ഡ്രൈനേജിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകാൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് തൊഴിലാളികളെ ഉപയോഗിച്ച് ഡ്രൈനേജിലെ ചെളിയും മണ്ണും നീക്കം ചെയ്ത് വെള്ളം ഒഴുകാനുള്ള സൗകര്യമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.